നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 വർഷത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി മിഥുന വ്യാഴം 1201 ആണ്ട് മേടമാസം 1-ാം തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കരണവും ശുഭ്രനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം കുംഭക്കൂറിൽ എടവലഗ്നത്തിൽ ജലഭൂതോദയത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. അപ്പോൾ ഈ വർഷത്തെ വിഷു സംക്രമ പ്രകാരം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത്. ഒന്നാമത് ശൂലശൽക്കങ്ങളിൽ ആദിശൽക്കമായതുകൊണ്ട് തന്നെ സർവാഭീഷ്ട സിദ്ധിക്ക് യോഗമുള്ള ഒരു വർഷമാണ്. എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും വളരെ കാലങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാണ്. അപ്പോൾ ഈ വിഷുഫലപ്രകാരം ദൈവാധീനം നല്ല രീതിയിലുണ്ട്. എന്താ അഭീഷ്ടങ്ങളുണ്ടെങ്കിലും അതൊക്കെ സാധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാകുന്നൊരു വർഷമാണ്. നമുക്കൊരു 10 രൂപ കയ്യിൽ കിട്ടിയാൽ അതിലൊരു 6 രൂപയെ ചിലവ് വരും. ബാക്കി 4 രൂപ നമുക്ക് മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കുകയും വരുമാനത്തിൽ വർധനവുണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഗുണം കൂടിയുണ്ട്. ഈ വരുന്ന ജൂൺ മാസത്തിൽ വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറും ചാരവശം. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു മാറ്റമൊക്കെ വളരെ അനുകൂലമായിട്ട് നമുക്ക് ദൈവാധീനം വർദ്ധിക്കുന്നുണ്ട്. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നത്, മാനസികമായിട്ട് നല്ല സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നൊരു വർഷം കൂടിയാണ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. ഈ വർഷത്തെ വിഷുഫലം പ്രകാരം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വരുമാനം വർദ്ധിക്കും, തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. ഇതൊക്കെയാണെങ്കിലും കണ്ടകശനിയാണ്. ഇപ്പോൾ കണ്ടകശനി എന്ന് പറയുമ്പോൾ കണ്ടകശനിക്ക് ഉത്സാഹം വർദ്ധിക്കും, ആക്റ്റീവായിട്ട് പ്രവർത്തിയെടുക്കും. അതിന് ഫലം കിട്ടുന്ന സമയത്താണല്ലോ സാധാരണഗതിയിൽ ദോഷം ഉണ്ടാകുന്നത്. പക്ഷേ ആ കണ്ടകശനിക്ക് പരിഹാരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യാനും 12-ലെ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് അതിന് പരിഹാരമായിട്ട് വിഷ്ണു നാഗപൂജ തുടർന്ന് ചെയ്യാനും ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ വിഷുപ്രകാരം സാധിക്കുന്നതാണ്. പുതിയ പുതിയ പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട്, പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി വെക്കാനൊക്കെ ആയിട്ട് പറ്റിയൊരു വർഷമായിട്ടാണ് കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.